الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വേങ്ങര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അൽ മുബീൻ ഓൺലൈൻ തഫ്സീർ പഠന സംരംഭത്തിലെ പഠിതാക്കളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 156-ാമത്തെ വചനമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞു, റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസികളെ, മനുഷ്യരെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഭയം, വിശപ്പ്, സാമ്പത്തിക, ശാരീരിക, കാർഷിക നഷ്ടങ്ങൾ എന്നിവ കൊണ്ടെല്ലാം അല്ലാഹു തആല പരീക്ഷിക്കും. ക്ഷമാലുക്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. വബശ്ശിരി സ്വാബിരീൻ. ഇനി ആരാണ് ആ ക്ഷമാലുക്കൾ, എന്താണ് അവരുടെ ലക്ഷണം എന്നാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, അവർക്ക് വല്ല മുസീബത്തും ബാധിച്ചാൽ ഖാലു, അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നവരാകുന്നു അവർ. അത്തരം ക്ഷമാലുക്കൾ, സ്വാബിരീങ്ങൾ, അവർക്ക് നബിയെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു തആല പരാമർശിക്കുന്നത്. ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ തൻ്റെ തഫ്സീറിൽ പറയുന്നു, അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ എന്ന് പറഞ്ഞാൽ ഇദാ അസ്വാബത്തുഹുൽ മുസീബത്തു വ തഹഖഖ വുഖൂഉഹാ ഫീഹിം, ഒരു മുസീബത്ത് സംഭവിച്ചു, ഉണ്ടായി എന്നായിക്കഴിഞ്ഞാൽ അവരുടെ പ്രതികരണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹ് എന്ന് പറഞ്ഞാൽ ഇന്നാ മുൽക്കുൻ ലില്ലാഹ് എന്നർത്ഥം. നമ്മളെല്ലാം അള്ളാഹുവിന് ഉടമപ്പെട്ടവരാകുന്നു, റബ്ബിൻ്റെ ഉടമാവകാശത്തിന് കീഴിലാകുന്നു എന്നാണ് അതിനർത്ഥം. ആ ലാമതാണ് ഇന്നാ ലില്ലാഹ്. ആ ലാമ് മുൽക്കിനെ സൂചിപ്പിക്കുന്ന ലാമാണ്. ലില്ലാഹി ഐ മുൽക്കുൻ ലില്ലാഹി, അല്ലാഹു തആലാക്ക് അവകാശപ്പെട്ട, റബ്ബിനുടമപ്പെട്ടവരാണ് എന്ന ആശയം. വൽ മംലൂക്കു യഫ്അലു ഫീഹിൽ മാലിക്കു മാഷാ. അല്ലാഹു മാലിക്കാണ്, നമ്മൾ മംലൂക്കാണ്. അല്ലാഹ് ഉടമസ്ഥനാണ്, നമ്മൾ അല്ലാഹ്ക്ക് അടിമപ്പെട്ടവരാണ്. എങ്കിൽ ഉടമസ്ഥന് തൻ്റെ കീഴിലുള്ളവരിൽ എന്തും ചെയ്യാമല്ലോ. ഉടമസ്ഥനല്ലേ ഉടമാവകാശം. ആ ഉടമാവകാശം ഉള്ളവന് തനിക്ക് ഉടമാവകാശമുള്ളതിൽ എങ്ങനെയും കൈകാര്യം ചെയ്യാം. എങ്കിൽ റബ്ബിൻ്റെ ഉടമസ്ഥയിലാണ് നമ്മളൊക്കെ. അതുകൊണ്ട് നമ്മിൽ എന്തു ചെയ്യാനും അല്ലാഹു തആലാക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. ഫഇദാ കുന്നാ മുൽക്കൻ ലില്ലാഹ് ഫഹുവ സുബ്ഹാനഹു വ തആല റബ്ബുനാ യഫ്അലു ബിലാ മാഷാ. നമ്മളൊക്കെ അല്ലാഹുവിൻ്റെ ഉടമസ്ഥയിലാണ് എങ്കിൽ ആ റബ്ബ് നമ്മെക്കൊണ്ട് എന്തും ചെയ്യാം. അത് അല്ലാഹുവിൻ്റെ ഉദ്ദേശമാണ്. ഔജദന വ അമദ്ദന വ അഅദ്ദന, അവൻ നമ്മെ സൃഷ്ടിച്ചു, അവൻ നമ്മെ സഹായിച്ചു, നമുക്കെല്ലാം അല്ലാഹു തആല ഒരുക്കി തന്നു. വഇദാ ശാഅ മനഅന, അല്ലാഹു ഉദ്ദേശിച്ചാലോ അത് തടഞ്ഞു വെക്കുകയും ചെയ്യും. അത് അല്ലാഹുവിന് ഇഷ്ടമാണ്. അവനാണ് നമ്മെ ഉണ്ടാക്കിയത്, അവനാണ് നമ്മെ എല്ലാ നിലക്കും സൗകര്യപ്പെടുത്തി തന്നത്, അവനാണ് ഈ രൂപത്തിൽ സംവിധാനിച്ചത്, അവനാണ് നമ്മുടെ ഉടമാവകാശവുമുള്ളത്.
അതുകൊണ്ട് അവർ കാര്യം തന്നില്ല, തടഞ്ഞു വെച്ചു, അതും അവൻ്റെ സ്വതന്ത്രമാണ്, ഇഷ്ടമാണ്. ഫലഹുൽ അംറു കുല്ലു, അതുകൊണ്ട് എല്ലാ കാര്യവും അല്ലാഹു തആലാക്കാണ്. നഹ്നു ഇലല്ലാഹ് നഹ്നു ലില്ലാഹ്, നമ്മൾ അല്ലാഹുള്ളവരാണ്, അല്ലാഹുവിലേക്ക് പോകേണ്ടവരുമാണ്. സുമ്മ മഅ ദാലിക ബിഇഖ്റാറിഹിം ബിൽ മുൽക്കി ബിഅന്നഹും മംലൂകുൻ ലില്ലാഹ് യർജുന സവാബ, എന്നാൽ അല്ലാഹുവിലേക്ക് ഉടമപ്പെട്ടവരാണ് നമ്മൾ എന്ന് വിശ്വസിക്കുകയും ആ റബ്ബ് എനിക്കൊരു മുസീബത്ത് തന്നാലും ആ അല്ലാഹുവിന് അധികാരമുള്ളതാണ്, അവന് അർഹതപ്പെട്ടതാണ് ചെയ്യാൻ എന്ന് അംഗീകരിക്കുകയും അതോടൊപ്പം തന്നെ പടച്ച റബ്ബിൽ നിന്ന് അവർ പ്രതിഫലം കാക്ഷിക്കുകയും ചെയ്യുന്നു. അതാണ് ഇന്നാ ഇലൈഹി റാജിഊൻ, ആ റബ്ബിലേക്ക് മടങ്ങുന്നവരാണ് എന്ന് പറഞ്ഞാൽ ആ മടങ്ങുമ്പോഴും അല്ലാഹു പാഴാക്കുകയില്ല. അല്ലാഹുവിലേക്ക് ചെല്ലുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിനും പ്രതിഫലം നൽകും. ഫനർജു അല്ലദി അസ്വാബന ബിഹാദിഹിൽ മുസീബ, ഈ മുസീബത്ത് നമുക്ക് ബാധിപ്പിച്ച അല്ലാഹു തആല ആ റബ്ബിലേക്കാണല്ലോ നാം മടങ്ങുന്നത്. ആ മടങ്ങുമ്പോൾ നാം പ്രതീക്ഷിക്കുന്നു അൻ യുജ്സിയന ബിഅഫ്ളല മിൻഹാ, ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും നല്ല പ്രതിഫലം റബ്ബ് നൽകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതാണ് വിശ്വാസികളോ. ഒരു മുസീബത്ത് വന്നാൽ അള്ളാഹിനെ പഴിക്കുകയില്ല, എന്താ അല്ലാഹ് ഇങ്ങനെ എന്നല്ല. അള്ളാഹുവാണ് മാലിക്, നമ്മളൊക്കെ മംലൂക്കാണ്. അള്ളാഹുവാണ് ഉടമാവകാശമുള്ളവൻ, നമ്മളൊക്കെ അള്ളാഹു തആലക്ക് അടിമപ്പെട്ടവരാണ്. അതുകൊണ്ട് എനിക്കെന്ത് തന്നാലും എനിക്കെന്ത് തടഞ്ഞാലും അതെല്ലാമുള്ള പൂർണ്ണമായ അധികാരം എൻ്റെ റബ്ബിനാണ്. അവൻ ഇഷ്ടപ്രകാരം അവൻ നൽകുന്നു, അവൻ ഇഷ്ടമുള്ളത് അവൻ തടയുന്നു, അത് അവൻ്റെ ഇഷ്ടമാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. എന്നാൽ ഇതൊന്നും പാഴാവുകയില്ല. ആ റബ്ബിനോട് റഹ്മത്തുള്ളവനാണ്, ആ റബ്ബിനോട് കാരുണ്യമുള്ളവനാണ്. അതുകൊണ്ട് ആ റബ്ബിലേക്കാണ് ഞാൻ മടങ്ങി ചെല്ലുക. ഈ മുസീബത്തിന് കൂടി എൻ്റെ റബ്ബെനിക്ക് പ്രതിഫലം നൽകും. അതാണ് ഇന്നാ ഇലൈഹി റാജിഊൻ. ഫഹും ജമഉ ഹുനാ ബൈന ഇഖ്റാർ ബിർറുബൂബിയ്യ വബൈന ഇഖ്റാർ വൽ ഈമാൻ ബിൽ ജസാ. ഇവിടെ അല്ലാഹുവിൻ്റെ റുബൂബിയ്യത്ത് അംഗീകരിക്കലുമുണ്ട്, അല്ലാഹുവിൻ്റെ പ്രതിഫലത്തെ വിശ്വസിക്കലുമുണ്ട്. രണ്ടും ഒന്നിച്ചാണ്. പ്രതിഫലത്തെ അംഗീകരിച്ചാൽ അമൽ സ്വാലിഹ് ചെയ്യാൻ കഴിയും. ഇവിടെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുമ്പോൾ അല്ലാഹുവാണ് പ്രവർത്തിക്കുന്നവൻ, അവൻ്റെ കൈവശമാണ് എല്ലാ ഉടമാവകാശങ്ങളും എന്ന് പറയുമ്പോൾ റുബൂബിയ്യത്ത് അംഗീകരിച്ചു. അവനിലേക്ക് മടങ്ങും, അവൻ പ്രതിഫലം നൽകും എന്ന് പറയുമ്പോഴോ അവിടെ അള്ളാഹുവിലേക്കുള്ള മടക്കത്തെ, പരലോകത്തെ വിശ്വസിക്കൽ കൂടി അതിലുണ്ട്. ഇവിടെ കൽബിൻ്റെ അമലുമുണ്ട്, നാവിൻ്റെ അമലുമുണ്ട്. കൽബ് കൊണ്ട് ക്ഷമിക്കുന്നു, നാവ് കൊണ്ട് ഇന്നാദില്ല എന്ന ഈ പ്രയോഗം പ്രയോഗിക്കുന്നു. അപ്പോൾ രണ്ടും സംഗമിക്കുന്നതാണ് ഇത്. ഇനി ഹദീസ് പരിശോധിച്ചാൽ ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെ അധികമായി പഠിപ്പിച്ച് കാണാൻ പറ്റും. ഒരു മുസീബത്ത് വന്നാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നവരാണ് ക്ഷമാലുക്കൾ എന്ന് ഖുർആൻ പറഞ്ഞു. ഹദീസിൽ അതിൻ്റെ കൂടെ ഒരു ദുആ കൂടി അധികമായി പഠിപ്പിച്ചു. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ഇതിൻ്റെ കൂടെ നബി തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, എൻ്റെ മുസീബത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണേ. വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ, അതിനേക്കാളും ഖൈറായത് നീ എനിക്ക് പകരമായി നൽകുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥന അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അത് ഈ ഇന്നാലില്ലയുടെ കൂടെ അധികമായി പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ. റബ്ബേ, എൻ്റെ മുസീബത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണേ. വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ, ഇതിനേക്കാൾ ഖൈറായത് നീ എനിക്ക് പകരമായി നൽകണേ എന്ന് ദുആ ചെയ്യാൻ നബി തങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നു. അഥവാ റബ്ബ് നമ്മോട് ഇന്നാലില്ല എന്ന് പറയാൻ പറഞ്ഞു. ആ റസൂലിലൂടെ ഈ ദുആയും പഠിപ്പിച്ചു. ഇദാ ഖാലഹൽ ഇൻസാനു മുഅ്മിനൻ മുഹ്തസിബൻ ആജറഹുല്ലാഹു അസ്സ വജല്ല ഫീ മുസീബത്തി. ഈമാനോടെ, ഇഹ്തിസാബോടെ, വിശ്വാസത്തോടെ, പ്രതിഫലേച്ഛയോടുകൂടി ഒരു വിശ്വാസി തൻ്റെ മുസീബത്തുകളിൽ ഇത് പറയുന്നുവെങ്കിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ എന്ന് പറയുന്നുവെങ്കിൽ ആജറഹുല്ലാഹു അസ്സ വജല്ല ഫീ മുസീബത്തിഹി, ആ മുസീബത്തിൽ റബ്ബവന് പ്രതിഫലം നൽകും. വഅഖ്ലഫ ലഹു ഖൈറൻ മിൻഹാ, അതിനേക്കാൾ ഖൈറായത് അല്ലാഹു തആല പകരമായി നൽകുകയും ചെയ്യും. ഇതൊരു വാഗ്ദാനമാണ്, അതുണ്ടാകും. ആ ദുആക്കുള്ള ഇജാബത്ത് ചെയ്യും. വശാഹിദു ഫീ ഹാദാ ഖിസ്സത്തു ഉമ്മി സലമ റളിയല്ലാഹു അൻഹാ, അത് തെളിവാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹായുടെ കഥ. ഉമ്മു സലമ നബി തങ്ങളുടെ സ്വഹാബി വനിതയാണ്. അവിടെ ഭർത്താവാണ് അബൂ സലമ റളിയല്ലാഹു അൻഹു. ഉമ്മു സലമയുടെ എളാപ്പയുടെ മകൻ കൂടിയായിരുന്നു അബൂ സലമ.
അവർ എളാപ്പമൂത്താപ്പ മക്കളാണ്. ആ പിതൃവ്യ പുത്രനാണ് ഉമ്മു സലമ വിവാഹം കഴിച്ചത്. അങ്ങനെ നല്ല ദമ്പതിമാരായി, മാതൃകാ ദമ്പതിമാരായി അവർ ജീവിക്കുന്നു. ആ അബൂ സലമയെ ഉമ്മു സലമക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നുവെന്നാണ്. ആ ഇടയ്ക്കാണ് അബൂ സലമ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. അബൂ സലമ വഫാത്തായപ്പോൾ നബി തങ്ങൾ അവരോട് ഉപദേശിക്കുന്നുണ്ട് ഈ പാത്രം നിർവഹിക്കാൻ. അബൂ സലമ മരിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു ഉമ്മു സലമയോട്, നീ ദുആ ചെയ്യുക, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വഅഖ്ലിഫ്നി ഖൈറൻ മിൻഹാ. അല്ലാഹു എൻ്റെ മുസീബത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണേ, അതിനേക്കാൾ ഖൈറായത് നീ എനിക്ക് പകരം നൽകണേ. ഇത് ദുആ ചെയ്യാൻ നബി തങ്ങൾ ആവശ്യപ്പെടുന്നു. ഉമ്മു സലമ പറയാണ്, ഞാൻ ആലോചിച്ചു, മൻ ഹുവല്ലദി യസീറു ഖൽഫൻ നബി സലമ, അബൂ സലമക്ക് ഒരു പിൻഗാമിയായി പകരക്കാരനായി ആരാ വരാണ്ടാവുക? അബൂ സലമയേക്കാൾ ഖൈറായത് പകരം നൽകണേ എന്നാണല്ലോ. എനിക്ക് ഏറ്റവും ഖൈറായ ഭർത്താവാണ് അബൂ സലമ. ആ അബൂ സലമയേക്കാൾ ഖൈറായത് ആര് വരും എന്ന് ചിന്തിച്ചു. എന്നാലും നബി തങ്ങൾ പറഞ്ഞത് ദുആയാണ്. അവർ വിശ്വസിച്ചു, അവർ ആ പാത്രം നിർവഹിച്ചു. അവർക്കറിയില്ല, ഷെയ്ഖ് പറയാണ്, ഹിയ മുഅ്മിന ബിഅൻഹു സയൂജദു ഖലഫുൻ ഖൈറുൻ മിൻഹു, അബൂ സലമയേക്കാൾ ഖൈറായ ഒരു പകരക്കാരൻ ഉണ്ടാകുമെന്ന് അവർക്ക് ബോധ്യമുണ്ട്. കാരണം നബി തങ്ങൾ പറഞ്ഞ പ്രാർത്ഥനയാണ്. പക്ഷെ ആരായിരിക്കും അത്, അങ്ങനെ ഖൈറായത് ആരാ ഉള്ളത് എന്നൊക്കെ ഉമ്മു സലമ ഒരുപാട് ചിന്തിച്ചു. പക്ഷെ അവസാനം പിൻഗാമിയായി ഉമ്മു സലമയുടെ ഭർത്താവായി പിന്നീട് വന്നതോ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അബൂ സലമയേക്കാൾ എന്തുകൊണ്ടും ഖൈറാണല്ലോ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖൈറായത് അല്ലാഹു തആല പകരം നൽകി എന്നർത്ഥം. മാത്രമല്ല അബൂ സലമയ്ക്ക് വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർ ലി സലമ വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വനവ്വിർ ലഹു ഫീഹി വഅഖ്ലിഫു ഫീ അഖബിഹി എന്ന് നബി തങ്ങൾ ദുആ ചെയ്തു. അല്ലാഹുവേ, അബൂ സലമയ്ക്ക് നീ പുറത്തു കൊടുക്കണേ, സ്ഥാനം നീ വർദ്ധിപ്പിക്കണേ, ഖബർ വിശാലമാക്കണേ, ഖബറിൽ നീ പ്രകാശം ചൊരിയണേ, അദ്ദേഹത്തിൻ്റെ പിറകിൽ നല്ല പകരക്കാരനെ നീ നൽകണേ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തു. അപ്പോൾ ആ ദുആക്കും ഇജാബത്തുണ്ടായി. ഉമ്മു സലമ ബീവിയും ദുആ ചെയ്തു. ആ രണ്ട് ദുആക്കുമുള്ള ഇജാബത്താണ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സലമയുടെ ഭർത്താവായി പിന്നീട് വന്നു എന്നത്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ച് അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, ഒരു മുസീബത്ത് വന്നാൽ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ക്ഷമയുടെ ഭാഗം തന്നെയാണത്. ഇത് ക്ഷമയുടെ ഭാഗമാണ്. ഈ പ്രാർത്ഥന കൂടി അവൻ ക്ഷമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. അഥവാ ഇന്നാ ലില്ലാ ഇന്നാ സ്വാഇറൂന ലില്ലാ എന്നർത്ഥം. നമ്മളെല്ലാം റബ്ബിലേക്ക് ഉള്ളവരാണ്, റബ്ബിലേക്ക് മടങ്ങുന്നവരാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുവിലേക്ക് നമ്മൾ മടങ്ങുന്നവരുമാകുന്നു എന്ന പ്രഖ്യാപനം വിശ്വാസികളുടെ പ്രഖ്യാപനമാണ് എന്നാണ്, ക്ഷമാലുക്കളുടെ പ്രഖ്യാപനമാണ് എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ആ നിലക്ക് ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് മുസീബത്തുകൾ വരാം, പരീക്ഷണങ്ങൾ വരാം, വിപത്തുകൾ വരാം. എന്തു വന്നാലും എല്ലാം റബ്ബിനുള്ളതാണ്, ആ റബ്ബിലേക്ക് മടങ്ങേണ്ടതാണ് എന്ന ബോധ്യം, പരലോകത്ത് വൃഥാവിലാവില്ല എന്ന നിശ്ചയദാർഢ്യം, അള്ളാഹിനെക്കുറിച്ചുള്ള ഉറച്ച വിശ്വാസം എല്ലാം ഉറക്കാനാണ് ആ മുസീബത്തുകൾ നിമിത്തമാകേണ്ടത്. അല്ലാതെ മുസീബത്തുണ്ടാകുമ്പോൾ അള്ളാഹിനെ പഴിക്കുന്ന, റബ്ബിനെ ശപിക്കുന്ന ശൈലി ഉണ്ടായിക്കൂടാ. റബ്ബിൻ്റെ അടിമകളാണ് നമ്മളൊക്കെ. റബ്ബാണ് ഉടമ. ഉടമസ്ഥന് അടിമകളിൽ എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. റബ്ബ് ഉദ്ദേശിക്കുന്നതെന്തോ അതവൻ ചെയ്യും, അവൻ തടയാനും ഉദ്ദേശിച്ചെന്തോ അതവൻ തടയും. അതൊക്കെ അവൻ്റെ തീരുമാനപ്രകാരമാണ് എന്ന് മനസ്സിലാക്കി വിശ്വാസമുറപ്പിക്കാൻ ഇതൊക്കെ നിമിത്തമാക്കി മാറ്റുക. അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.